ഇന്ന് ഇവിടെ കർവാ ചൗത്താണ്. കർവാ ചൗത്ത് എന്ന് വെച്ചാൽ കഴിഞ്ഞ പെണ്ണ് ഭർത്താവിന് വേണ്ടിയിട്ട് എടുക്കുന്ന വ്രതം. നോർത്ത് ഇന്ത്യയിലെ സ്ത്രീകൾ ആഘോഷിക്കുന്ന ഒരു പ്രധാന ആഘോഷമാണ് കേട്ടോ കർവാ ചൗത്ത് എന്ന് പറയുന്നത്. അപ്പം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു അരിപ്പ ഉണ്ടാവും. ആ അരിപ്പിലൂടെ അവർ ചന്ദ്രനെയും ഭർത്താവിനെയും ഒരേപോലെ കാണും. ഈ അരിപ്പയുടെ ഫ്രണ്ടിൽ അവർ ആദ്യം ദിയ കത്തിച്ചു വെക്കും. എന്നിട്ട് അത് ആദ്യമേ ചന്ദ്രനെ കാണും, എന്നിട്ട് ഭർത്താവിനെ കാണും. അതായത് ഭർത്താവ് പൂർണ്ണ ചന്ദ്രനെ പോലെ തിളങ്ങണം എന്നതാണ് അവർ ഉദ്ദേശം. അപ്പോൾ അതുവഴി അവർ ദീർഘസുമംഗലിയായിട്ടിരിക്കും. ഭർത്താവിൻ്റെ ദീർഘ ആയുസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. അന്നത്തെ ദിവസം അവർ രാവിലെ തൊട്ട് വ്രതത്തിലായിരിക്കും. അങ്ങനെ അരിപ്പയിലൂടെ ചന്ദ്രനെ ഭർത്താവിനെയൊക്കെ കണ്ടതിന് ശേഷം ഭർത്താവ് ആ കുടത്തിൽ വെച്ചിരിക്കുന്ന വെള്ളം കൊടുത്തിട്ടാണ് അവർ ആ വ്രതം മുറിക്കുന്നത്. എന്നിട്ടൊരു സീഡ്സും കൂടെ കൊടുക്കും. അങ്ങനെ അവർ ആ വ്രതം മുറിക്കും. അപ്പം അന്നത്തെ ദിവസം അവർ ഫുള്ള് ഇതേപോലെ മണവാട്ടിയെ പോലെ അണിഞ്ഞൊരുങ്ങും. അപ്പോൾ ഫുള്ള് വളയൊക്കെ ഇട്ട് ഇതേപോലെ മെഹന്തി ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അവർ ഫുള്ള് അണിഞ്ഞൊരുങ്ങൽ. അപ്പം ഇതെന്ന് പറയുന്നത് മഹാവർ എന്ന് പറയും ഇവിടെ. ഹിന്ദി സീരിയലൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും കേട്ടോ. പക്ഷെ അന്നൊന്നും നമുക്ക് അത്ര വലിയ ബോധം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇത് റിയൽ ആയിട്ട് നമ്മൾ കാണുമ്പോഴാണ് കേട്ടോ ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് അറിയുന്നത്. പക്ഷെ ചെറിയൊരു ഓർമ്മ അന്ന് നമ്മൾ ടി വിയിൽ സീരിയലിലൊക്കെ കണ്ട ഒരു ഓർമ്മ ഉണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യൻസിന് എന്ത് ആഘോഷം വന്നിട്ടുണ്ടെങ്കിലും ഇതേപോലെ മെഹന്തി, കാലിലിടുന്ന ആ രംഗ്, മഹാവർ ഇതൊക്കെ മസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് വരെ അവരത് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ കയ്യിൽ വളയൊന്നും ഇല്ലാതെ നടക്കരുതെന്ന് പറയും. രണ്ട് കൈയും ഇഷ്ടം പോലെ വളകളുണ്ട്. നല്ല വെറൈറ്റീസ് ഓഫ് വളകളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. നല്ല അടിപൊളി വളകളാണ്. അപ്പം ദേ അരിപ്പയൊക്കെ ആണെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചത് ഒരു പ്ലെയിൻ ആയിരുന്നില്ലേ, പക്ഷെ നല്ല കളർഫുള്ളായിട്ടുള്ള അരിപ്പ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പം നോർത്തിൽ വന്ന് അറിഞ്ഞിടത്തോളം അവർക്ക് മിക്ക ദിവസങ്ങളും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവൽ ഉണ്ടാവും കേട്ടോ. ഇഷ്ടം പോലെ ഫെസ്റ്റിവൽ ഉണ്ടാവും അവർക്ക്. ഇപ്പം ഇന്നത്തെ ദിവസം അവർ ഭർത്താവിന് വേണ്ടിയിട്ട് എടുത്തു. ഇനി അടുത്തെന്ന് പറയുന്നത് അവർക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് വ്രതം നോക്കുന്നൊരു ദിവസം. അങ്ങനെ നമ്മളെ കണ്ട അരിപ്പയും കൊടവും താളിയും എല്ലാം കൂടെ ചേർത്തിട്ട് സെറ്റായിട്ട് വേണമെങ്കിൽ ഇവിടെ കിട്ടും കേട്ടോ. നല്ല കളർഫുൾ സെറ്റായിട്ട് വേണമെങ്കിൽ ഇവിടെ കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ?